അടുത്ത കാലത്തായി വിവിധ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ക്രൈസ്തവ വിഷയങ്ങളെപ്പറ്റി പ്രതികരിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൗൺ കാലത്ത് ക്രൈസ്തവ വിഷയങ്ങളെപ്പറ്റി പ്രതികരിക്കുകയും ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നവർ വളരെ വർദ്ധിച്ചിട്ടുണ്ട്. ഇത് നല്ല കാര്യമാണ്, ശ്ലാഘിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. അപ്പം അങ്ങനെ നടത്തുന്ന പ്രതികരണങ്ങളുടെ ഉള്ളടക്കത്തെപ്പറ്റി എന്തെങ്കിലും പറയാൻ ഞാനിപ്പോൾ മുതിരുന്നില്ല. എന്നാൽ ശ്രദ്ധേയമായ ഒരു കാര്യമുള്ളത്, എല്ലാ ക്രൈസ്തവ പ്രതികരണങ്ങളും നല്ല ഭാഷയിലല്ല നടത്തപ്പെടുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ക്രൈസ്തവ വിഷയങ്ങളെപ്പറ്റി പറയുമ്പോൾ, സഭയെപ്പറ്റി സംസാരിക്കുമ്പോൾ, ക്രിസ്തുവിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഭാഷയുടെ പവിത്രതയെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യകതയുണ്ട്. ഉള്ളടക്കത്തെപ്പറ്റി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രതികരണങ്ങളിലെ ആവേശത്തെപ്പറ്റിയോ അതിൻ്റെ വീറിനെ പറ്റിയോ വാശിയെപ്പറ്റിയോ ഒന്നുമല്ല പറയുന്നത്. മറിച്ച് അതിലുപയോഗിക്കപ്പെടുന്ന ഭാഷ എപ്പോഴും നല്ലതല്ല എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട സംഗതിയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത്, സംവാദങ്ങളിലും സംഭാഷണങ്ങളിലും മറുപടികളുമെല്ലാം ചിലപ്പോഴെങ്കിലും തെറിപ്പദങ്ങൾ ഉപയോഗിക്കുന്നവർ, ആഭാസകരമായ വാക്കുകൾ ഉപയോഗിക്കുന്നവർ, അല്ലെങ്കിൽ അശ്ലീലവും അമാന്യവുമായ പദങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ട സംഗതിയാണ്. വാസ്തവത്തിൽ ഈ സംഭാഷണത്തിൻ്റെയും വിവാദങ്ങളുടെയും ചൂടിൽ മാർപ്പാപ്പയെ തന്നെ മഹ്റോൻ ചൊല്ലിക്കളയുന്ന ക്രൈസ്തവ വിശ്വാസികളെയും ചിലപ്പോൾ കാണാം. മെത്രാന്മാരുടെയും വൈദികരുടെയും പട്ടം തിരിച്ചെടുക്കണമെന്ന് വാദിക്കുന്നവരെയും കണ്ടു എന്ന് നമ്മൾ വന്നേക്കും. അതുപോലെ കുറച്ചുപേരെ സഭാവിരുദ്ധരാക്കിയും ചിലരെ സഭയിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ചും മാറ്റി നിർത്തണമെന്ന് വാദിക്കുന്നവരെയും കണ്ടു എന്ന് വന്നേക്കും. പുറമേ നിന്ന് നോക്കുമ്പോൾ ക്രൈസ്തവർ വർത്തമാനം പറയുന്നിടത്ത് വല്ലാത്ത ചൂടും പുകയും പൊടിയും ആക്രോശവും ചിലപ്പോഴെങ്കിലും ആയുധ പെരുമാറ്റവും കേൾക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ ക്രൈസ്തവപരമായ വിഷയങ്ങളെപ്പറ്റി സംസാരിക്കേണ്ടത് ഈ ഭാഷയിലാണോ, ഈ രീതിയിലാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, എല്ലാവരും ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത്, എല്ലാവരും സഭയ്ക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സഭയുടെ നന്മയെപ്പറ്റിയുള്ള കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഈ പശ്ചാത്തലത്തിൽ ക്രൈസ്തവർ ക്രിസ്തീയ വിഷയങ്ങളെപ്പറ്റി പറയുമ്പോൾ ഉപയോഗിക്കേണ്ട ഭാഷയുടെ നന്മയെപ്പറ്റി, അതിൻ്റെ ശുദ്ധിയെപ്പറ്റിയാണ് നമ്മൾ ഈ സമയത്ത് ചിന്തിക്കാൻ പോകുന്നത്. സഭയുടെ പാരമ്പര്യത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസ സമർത്ഥനം അല്ലെങ്കിൽ അപ്പോളജറ്റിക്സ് എന്നുള്ളത്. അതായത് വിശ്വാസ വിഷയങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടിയും വിജാതീയർക്ക് വേണ്ടിയും പറഞ്ഞ് വാദിച്ച് സ്ഥാപിച്ചുറപ്പിക്കുന്ന രീതി സഭയിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അതിന് പല രീതികളും പല ശൈലികളും സ്വീകരിച്ചവരുമുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട ശൈലികൾ സഭയുടെ തുടക്കത്തിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. ഒന്ന്, ഈ തെർത്തുല്യൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നതാണ്. 2-ാം നൂറ്റാണ്ടിലെ അതിശക്തനായ വിശ്വാസ സമർത്ഥകനായിരുന്നു തെർത്തുല്യൻ. അദ്ദേഹത്തിൻ്റെ തൊഴിൽ തന്നെ ഒരു വക്കീലിൻ്റേതായിരുന്നു. അതുകൊണ്ട് ഈ എതിരാളികൾക്കെതിരെ പറഞ്ഞ് ക്രൈസ്തവ വിശ്വാസം സ്ഥാപിക്കുന്ന രീതിയായിരുന്നു തെർത്തുല്യൻ്റേതുള്ളത്. അതിനൊരുപാട് പേരെ ആകർഷിക്കാൻ സാധിച്ചു. അതായത് എതിരാളികൾക്കെതിരെ പറഞ്ഞ് കാര്യം സമർത്ഥിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. എന്നാൽ വേറൊരു രീതിയുണ്ട്. അത് രക്തസാക്ഷിയായ ജസ്റ്റിനിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. പിന്നീട് ഇരണേവൂസും വിശുദ്ധ സിപ്രിയാനും ഒക്കെ ആ പാതയിലൂടെയാണ് കൂടുതൽ സഞ്ചരിച്ചത്. അതായത് എതിരാളികൾക്കെതിരെ അധികം പറയാതെ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ വൃത്തിയായും മനോഹരമായും സ്വീകാര്യമായ രീതിയിലും പറയുന്ന രീതിയായിരുന്നു ജസ്റ്റിനിൽ ആരംഭിച്ചത്. ഈ രണ്ട് പാരമ്പര്യങ്ങളും സഭയിൽ നിലനിന്നിരുന്നു. 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ കാലം വരെ തെർത്തുല്യനായിരുന്നു കൂടുതൽ ആരാധകർ സഭാ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ വത്തിക്കാൻ കൗൺസിലിന് ശേഷം ജസ്റ്റിൻ്റെ പാരമ്പര്യം കൂടുതൽ സഭയിൽ സ്വീകരിക്കപ്പെട്ടു എന്നുള്ള കാര്യം നമുക്ക് അറിയാം. 2 തരത്തിലാണ് സഭയിൽ സംഭാഷണങ്ങൾ നടക്കുന്നത്. അത് സാമൂഹ്യ മാധ്യമങ്ങളിലാണെങ്കിലും പുറത്താണെങ്കിലും. ഒന്ന്, സഭയ്ക്കുള്ളിൽ തന്നെ സഭാപരമായ കാര്യങ്ങളെക്കുറിച്ച്, വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് സഭയ്ക്കുള്ളിൽ നടക്കുന്ന സംഭാഷണങ്ങളും സംവാദങ്ങളും. 2-ാമത്തത്, സഭയ്ക്ക് പുറത്തുള്ളവരോട് നടത്തുന്ന വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് നടത്തുന്ന സംഭാഷണങ്ങളും സംവാദങ്ങളും. ഈ 2 മേഖലകളിലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കേണ്ട ഭാഷയ്ക്ക് അതിൻ്റേതായ ഒരു ക്രിസ്തീയ ശുദ്ധി ഉണ്ടാവണം. ഈ വിഷയം നമ്മൾ നന്നായിട്ട് പരിഗണിക്കേണ്ട കാര്യമാണ്. ഒന്നാമതായി വിശുദ്ധ പത്രോസ് പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം, നിങ്ങൾക്കുള്ള പ്രത്യാശയെക്കുറിച്ച് കാരണം ചോദിക്കുന്നവരോട്
മറുപടി പറയാൻ നിങ്ങൾ തയ്യാറായിരിക്കണം എന്ന് വിശുദ്ധ പത്രോസ് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും നിങ്ങളുടെ വിശ്വാസ കാര്യങ്ങളെപ്പറ്റി നിങ്ങളോട് ചോദിച്ചാൽ അവരോട് പറയാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ഇത് ഈ അപ്പോളജറ്റിക്സിൻ്റെ അല്ലെങ്കിൽ വിശ്വാസ സമർത്ഥനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് എടുക്കാവുന്നൊരു മാനദണ്ഡമാണ്. പക്ഷെ ഓർക്കേണ്ട കാര്യം, വിശുദ്ധ പത്രോസ് ഉടനെ തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഇത് നിങ്ങൾ ക്ഷമയോടും ബഹുമാനത്തോടും കൂടെ ചെയ്യണം. വിശ്വാസ കാര്യങ്ങളെപ്പറ്റി പറയണം, പക്ഷെ ക്ഷമയോടും ബഹുമാനത്തോടും കൂടെ നിങ്ങൾ ചെയ്യണം എന്നാണ് വിശുദ്ധ പത്രോസ് പറയുന്നത്. അതായത് ഉള്ളടക്കം മാത്രമല്ല, ശൈലിയും പ്രധാനപ്പെട്ട കാര്യമാണ്. പറയുന്ന വിഷയം മാത്രമല്ല, അതിൻ്റെ ഭാഷയും പ്രധാനപ്പെട്ട കാര്യമാണ്. വിശുദ്ധ പൗലോസും ഈ കാര്യത്തിൽ തന്നെ ഈ രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. എഫേസുസുകാർക്കുള്ള ലേഖനം 4-ാം അധ്യായം 15-ാമത്തെ വാക്യം വിശുദ്ധ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് വ്യാജം, അന്ധകാരം, വഞ്ചന ഇതിനെയൊക്കെ നേരിടേണ്ടതായിട്ട് വരും. ഇത്തരം വിഷയങ്ങളോട് പ്രതികരിക്കേണ്ടതായിട്ടും വരും. പക്ഷേ നിങ്ങൾ സത്യം പറയണം, എന്നാൽ സ്നേഹത്തിൽ സത്യം പറയണം. സത്യം പറഞ്ഞാൽ മാത്രം പോരാ, അത് സ്നേഹത്തിൽ പറയണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെ വിശുദ്ധ പൗലോസ് കൊടുക്കുന്നുണ്ട്. ഇതേ കാര്യം അല്പം കൂടെ കൃത്യമായിട്ട്, അല്പം കൂടെ പ്രായോഗികമായിട്ട് വിശുദ്ധ പൗലോസ് തിമോത്തിയെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. തിമോത്തിക്കുള്ള 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങളിലാണ് നമ്മൾ അത് കാണുന്നത്. വിശുദ്ധ പൗലോസ് ഉപദേശിക്കുകയാണ്, കർത്താവിൻ്റെ ദാസൻ വഴക്കാളിയാകരുത്. അദ്ദേഹം പഠിപ്പിക്കണം, എന്നാൽ അത് നീരസത്തോടു കൂടി ആവരുത്. പഠിപ്പിക്കൽ നീരസത്തോടെ ആവരുത്. എതിരാളികളോട് സൗമ്യമായിട്ടും സംസാരിക്കണം. ഇത് വിശുദ്ധ പൗലോസിൻ്റെ ഉപദേശമാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ പറയുന്ന വിഷയം മാത്രമല്ല, പറയുന്ന ഭാഷയും പറയുന്ന രീതിയും ക്രിസ്തീയമാകണം എന്ന് തന്നെയാണ് അർത്ഥം. 1960കളിൽ ആശയ സംവാദത്തെ പറ്റിയുള്ള മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു കനേഡിയൻ ചിന്തകനാണ് മാർഷൽ മഹ്ലൂഹൻ എന്നുള്ള ആൾ. അദ്ദേഹം 1960കളിൽ പ്രചരിപ്പിച്ച വലിയൊരു ആപ്തവാക്യമാണ് മീഡിയം ഇസ് ദ മെസ്സേജ്. മാധ്യമവും സന്ദേശമാണ്. അത് ഈ മാധ്യമങ്ങളെ പറ്റിയുള്ള പഠനങ്ങളിലാണ് അദ്ദേഹം അത് ഉപയോഗിച്ചത്. എന്നാൽ ഈ സഭാപരമായ സംവാദങ്ങളെക്കുറിച്ചും നമുക്കത് ഉപയോഗിക്കാവുന്ന കാര്യമാണ്. അതായത് നമ്മുടെ മാധ്യമവും ഒരു സന്ദേശമാണ്. എന്തു പറയുന്നു എന്ന് മാത്രമല്ല, ഏത് തരത്തിൽ പറയുന്നു എന്നുള്ള ആ മാധ്യമവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് പറയുമ്പോൾ നമുക്ക് പരിഗണിക്കാവുന്ന ഉദാഹരണം സ്നാപക യോഹന്നാൻ്റെയും ഈശോയുടെയും ശൈലിയിലുള്ള വ്യത്യാസമാണ്. ഒരേ സമയത്ത് പ്രസംഗം ആരംഭിച്ച 2 പേരുടെ ശൈലിയിലുള്ള വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കണം. പഴയ നിയമ പാരമ്പര്യത്തിൽ, പ്രത്യേകിച്ചും പ്രവാചക പാരമ്പര്യത്തിൻ്റെ ഇങ്ങേയറ്റത്തെ കണ്ണിയായി നിന്നുകൊണ്ടാണ് സ്നാപകൻ സംസാരിച്ചത്. സ്നാപകൻ്റെ ഭാഷയിലല്ല ഈശോ സുവിശേഷം പ്രസംഗിച്ചത്. ഒരു പരുക്കൻ വേഷക്കാരനായി വന്ന് താപസ ഭക്ഷണം കഴിച്ചിരുന്ന സ്നാപകൻ പ്രസംഗിച്ചത് ഒരു കണക്കിൽ പറഞ്ഞാൽ ഒരു വഴിവെട്ടുകാരൻ്റെ ഭാഷയിലാണ്. സ്നാപകൻ എന്താ പറഞ്ഞത്? വഴി വെട്ടുന്ന ആളെ പോലെ മരങ്ങളുണ്ടെങ്കിൽ മുറിച്ച് നീക്കും, കുന്നുകൾ ഇടിച്ച് തകർക്കും, മലകൾ നിരപ്പാക്കപ്പെടും. പക്ഷെ ഈ രീതി ആയിരുന്നില്ല ഈശോയുടേത്. ഈശോ പറഞ്ഞത് എന്താണ്? ദൈവരാജ്യം അടുത്തെത്തിയിരിക്കുന്നു, നിങ്ങൾ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഏതാ സുവിശേഷം? ഇതാ ഞാൻ പറയാൻ പോകുന്നതാണ് സുവിശേഷം. അത്രയും ലളിതമായിരുന്നു ഈശോയുടെ സംഭാഷണത്തിലെ ശൈലി എന്നുള്ള കാര്യം. സ്നാപകൻ്റെ ശൈലിയല്ല ഈശോ സ്വീകരിച്ചത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ ഈശോയുടെ ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് പിശാചാണ്. ആ പിശാചിനെ കുറിച്ച് ഈശോ പറയുമ്പോൾ ഈശോ ഉപയോഗിക്കുന്നത് പിശാചിൻ്റെ പര്യായ പദങ്ങളാണ്. ഏറ്റവും അധികം വെറുക്കപ്പെടേണ്ട, ഏറ്റവും അധികം എതിർക്കപ്പെടേണ്ട പിശാചിനെ പറ്റി പറയാൻ ഈശോ ഉപയോഗിച്ചത് പിശാചിൻ്റെ വിവിധ അർത്ഥങ്ങൾ വ്യക്തമാക്കുന്ന പര്യായ പദങ്ങളാണ്. നുണയൻ, വഞ്ചകൻ, ചതിയൻ തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. അന്ധകാരത്തിൻ്റെ പുത്രൻ എന്നെല്ലാമാണ് പറയുന്നത്. അതിൽ പരമൊന്നും കർത്താവ് പറയുന്നില്ല. അതാണ് ഈശോയുടെ ശൈലി എന്ന് പറയുന്നത്. ഏറ്റവും എതിർക്കപ്പെടേണ്ട കാര്യത്തെക്കുറിച്ച് പോലും ഉള്ളിൽ വെറുപ്പില്ലാതെ, കാലുഷ്യമില്ലാതെ പറയുക എന്നുള്ളത് പുണ്യവാന്മാരുടെ രീതിയാണ്. ഏറ്റവും വെറുക്കപ്പെടേണ്ട കാര്യത്തെക്കുറിച്ച് പോലും. അതുകൊണ്ട് സഭാ പാരമ്പര്യത്തിൽ നിന്നൊരു ഉദാഹരണം ഞാൻ കാണുന്നത്, പിശാചിനെ പറ്റി പറയുമ്പോൾ പിശാചിനെ പോലും വെറുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് നിനിവയിലെ ഐസക്കാണ്. 7-ാം നൂറ്റാണ്ടിലെ ഒരു താപസ സന്യാസിയാണ് അദ്ദേഹമാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ, വായനയിൽ നിന്നുള്ള എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്. അതായത് പിശാചിനെ പോലും നിങ്ങൾ വെറുക്കരുത്,
തെറ്റിദ്ധരിക്കപ്പെടാവുന്നൊരു പ്രസ്താവമാണിത്. പിശാചിനെ വെറുക്കരുതെന്ന് പറഞ്ഞാൽ പിശാചുമായിട്ട് സന്ധി ചെയ്യണമെന്നോ പിശാചിനെ സ്നേഹിക്കണമെന്നല്ല അദ്ദേഹം പറഞ്ഞത്. മറിച്ച് പിശാചിനെക്കുറിച്ച് പറയുമ്പോൾ പോലും നിന്റെ ഉള്ളിൽ വെറുപ്പുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് വെറുപ്പിൻ്റെ ഒരു നൂലിഴ പോലും ഒരു സമയത്തും ഉണ്ടാകരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടി വാദിക്കുമ്പോൾ, ക്രിസ്തുവിന് വേണ്ടി സംസാരിക്കുമ്പോൾ അത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കാലുഷ്യത്തിൻ്റെയും കയ്പിൻ്റെയും ഭാഷയിലാകാതിരിക്കുക എന്നുള്ളത് ക്രിസ്തീയമായ ഒരു കടമയാണ് എന്ന് നമ്മൾ ഓർക്കണം. എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. അതായത് സന്ദേശവും ഭാഷയും തമ്മിൽ പൊരുത്തം ഉണ്ടാകണം. ശുദ്ധതയെപ്പറ്റി പറയുമ്പോൾ ആ വാക്കുകളിൽ ശുദ്ധി ഉണ്ടാകണം. അശുദ്ധമായ ഉദാഹരണങ്ങളും അശുദ്ധമായ പദങ്ങളും ഉപയോഗിച്ചിട്ടല്ല ശുദ്ധതയെപ്പറ്റി പറയേണ്ടത്. ആയുധമണിഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചിട്ടല്ല സമാധാനത്തെപ്പറ്റി പറയേണ്ടത്. സ്നേഹമില്ലാത്ത വാക്കുകൾ കൊണ്ടല്ല സ്നേഹത്തെപ്പറ്റി ഒരാൾ സംസാരിക്കേണ്ടത്. നിത്യജീവനെ പറ്റി പറയുമ്പം വാക്കുകൾക്ക് മരണത്തിൻ്റെ മണമോ സ്വഭാവമോ ഉണ്ടാവരുത്. സഭയെപ്പറ്റി പറയുമ്പോൾ അതിന് സുവിശേഷവുമായിട്ടുള്ള പൊരുത്തം ഉണ്ടാവണം. ക്രിസ്തുവിനെ പറ്റി പറയുന്നതിന് ക്രിസ്തീയമായ രീതി ഉണ്ടാവണം. അതായത് സന്ദേശവും ഭാഷയും തമ്മിൽ പൊരുത്തം ഉണ്ടാവണം എന്നർത്ഥം. 1566 മരിച്ച വലിയ ഒരു സ്പാനിഷ് മിഷണറിയാണ് ബർത്തലോമിയോ ദെ ലാ കാസ. അദ്ദേഹം അമേരിക്ക കൊളംബസ് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പം ആദ്യ തലമുറയിൽപ്പെട്ട മിഷണറിയായിട്ട് സ്പെയിനിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയയാളാണ്. അവിടെ ഈ മിഷൻ പ്രവർത്തനത്തിനിടയിൽ പലപ്പോഴും ആദിവാസികൾക്കെതിരെ പല അതിക്രമങ്ങളും അക്കാലത്ത് നടന്നിട്ടുണ്ട്. അതിനെതിരെ എല്ലാം സംസാരിക്കുകയും നിലപാടെടുക്കുകയും ചെയ്ത ആളാണ് ഈ ബർത്തലോമിയോ. ഇപ്പോൾ അദ്ദേഹം ഒരു വാഴ്ത്തപ്പെട്ടവനാണ്. അപ്പം അദ്ദേഹം പല പ്രാവശ്യം സ്പെയിനിലേക്ക് തിരിച്ചു വരികയും റോമിൽ പോവുകയും അന്ന് മിഷണറിമാർ പുലർത്തിയിരുന്ന ശൈലികൾ ശരിയല്ല എന്ന് വ്യക്തമായിട്ട് പറയുകയും എഴുതുകയും ചെയ്ത ആളാണ്. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സന്ദേശം, ക്രിസ്തീയ സന്ദേശം, അത് സ്വീകരിക്കപ്പെടാൻ ശാന്തവും കൃപ നിറഞ്ഞതുമായ അന്തരീക്ഷം ഈ സംഭാഷണത്തിലും വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സുവിശേഷം സ്വീകരിക്കപ്പെടാൻ അത് പറയുന്ന രീതിയിലും അത് കൊടുക്കപ്പെടുന്ന ശൈലിയിലും ക്രിസ്തീയമായ ഒരു അന്തരീക്ഷം വേണം എന്ന് 16-ാം നൂറ്റാണ്ടിൽ തന്നെ ആ മിഷണറിക്ക് അവബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന സംഭാഷണങ്ങളിൽ, സംവാദങ്ങളിൽ ക്രിസ്തീയമായ ശൈലി പ്രധാനപ്പെട്ടതാണ്. അത് പുലർത്താൻ നമുക്ക് സാധിക്കണം. എന്തുകൊണ്ടാണ് ആൾക്കാർ ഹീനമായ പദങ്ങൾ ഉപയോഗിച്ച് മഹത്തായ കാര്യങ്ങളെപ്പറ്റി പറയാൻ ശ്രമിക്കുന്നത്? ക്രിസ്തീയമായ കാര്യങ്ങളെപ്പറ്റി, സഭയെപ്പറ്റി പറയാൻ എന്തിനാണ് മോശപ്പെട്ട പദങ്ങൾ ഉപയോഗിക്കുന്നത്? പല കാരണങ്ങൾ കാണും. ഒരു കാരണം ഒരുപക്ഷെ കേൾവിക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാവും, അല്ലെങ്കിൽ എതിരാളികൾ അടിച്ചിരുത്താൻ വേണ്ടിയിട്ടാവും, അല്ലെങ്കിൽ മാന്യന്മാരെ കൊണ്ട് മിണ്ടാതിരുത്താൻ വേണ്ടിയിട്ടാകാം. അങ്ങനെ പല കാരണങ്ങൾ കാണും. പക്ഷെ ഒരു കാര്യം അതിൽ നിന്ന് വ്യക്തമാണ്. അതായത് ഈ പറയുന്ന ആൾക്ക് തന്നെ പറയുന്ന കാര്യത്തെപ്പറ്റി വലിയ ബോധ്യമൊന്നുമില്ല. ഈ പറയുന്ന കാര്യത്തിൻ്റെ സത്യത്തെപ്പറ്റി വലിയ ബോധ്യമൊന്നുമില്ല. കാർഡിനൽ റാറ്റ്സിംഗർ ഒരിക്കൽ സത്യത്തിൻ്റെ ബലം എന്നൊരു പ്രയോഗം നടത്തി പല കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ദ ഫോഴ്സ് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ ബലം. എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഈ ഒരു സത്യത്തിന് അതിൻ്റേതായ ഒരു ഭാരമുണ്ട്, ബലമുണ്ട്. അത് സ്വയം തെളിയിക്കും, സ്വയം സ്ഥിരീകരിക്കും. നമ്മൾ ഒരുപാട് ബലം പിടിക്കേണ്ട കാര്യമില്ല എന്നാണ് അർത്ഥം. സമയം അല്പം വൈകിയാലും കാലം അല്പം കഴിഞ്ഞാലും സത്യം അംഗീകരിക്കപ്പെടും, സത്യം സ്വയം തെളിയിക്കുകയും ചെയ്യും. അതിന് അശ്ലീല പദങ്ങളുടെ, മോശപ്പെട്ട പ്രയോഗങ്ങളുടെ കൈത്താങ്ങ് ആവശ്യമില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് തിന്മയുമായി ചങ്ങാത്തം കൂടി കർത്താവിനെ നിരക്കാത്ത വാക്കുകൾ കൊണ്ട് കർത്താവിനെ പ്രതിരോധിക്കാം, കർത്താവിന് വേണ്ടി വാദിക്കാം, കർത്താവിനെ അവതരിപ്പിക്കാം എന്നൊക്കെ വിചാരിക്കുന്നത് വലിയ മൗഢ്യമാണ്. കർത്താവിനെ നിരക്കാത്ത വാക്കുകൾ കൊണ്ട്, പദങ്ങൾ കൊണ്ട് കർത്താവിനെ പ്രതിരോധിക്കാമെന്ന് നമ്മളോട് ആരാണ് പറഞ്ഞിട്ടുള്ളത്? എവിടെ നിന്നാണ് ഈ ആശയം നമുക്കുണ്ടാവുന്നത്? ഏത് പാരമ്പര്യത്തിലാണ് നമ്മൾ ഊന്നുന്നത്? കർത്താവിനെ നിരക്കാത്ത വാക്കുകൾ കൊണ്ട് സഭയെ പ്രതിരോധിക്കാം, സഭയെ പിടിച്ചു നിർത്താം എന്നൊക്കെ വിചാരിക്കുന്നത് വെറുതെയാണ്. അപ്പം അതുകൊണ്ട് സന്ദേശത്തിന് നിരക്കുന്ന വാക്കുകൾ, പൊരുത്തപ്പെടുന്ന വാക്കുകൾ വേണം ഉണ്ടാകാൻ. നമുക്കറിയാമല്ലോ, പലപ്പോഴും ഈ ചർച്ചകളിൽ, സംവാദങ്ങളിൽ അസ്വസ്ഥതയുണ്ടാകുന്നത് നമ്മുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ മറ്റുള്ളവർ പറയുമ്പോഴാണ്. സഭയിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിലും സന്മാർഗത്തിലും ഒഴികെ പല കാര്യങ്ങളിലും വൈവിധ്യമുണ്ട്. വിവിധങ്ങളായ ആശയങ്ങളുണ്ട്, വിവിധങ്ങളായ ചിന്താരീതികളുണ്ട്, വിവിധങ്ങളായ ശൈലികളുണ്ട്. ഇതെല്ലാം ചേരുന്നതാണ് സഭ.
ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് കത്തോലിക്ക സഭ. ദൈവശാസ്ത്രത്തിലും വീക്ഷണങ്ങളിലും ആത്മീയതയിലും സമീപനങ്ങളിലുമെല്ലാം വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം അംഗീകരിക്കുക എന്നുള്ളത് ഏത് ക്രൈസ്തവൻ്റെയും കത്തോലിക്ക വിശ്വാസിയുടെയും അടിസ്ഥാന കടമ കൂടിയാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. പറഞ്ഞു തുടങ്ങാവുന്ന ഏറ്റവും നല്ല ഉദാഹരണം സുവിശേഷങ്ങളാണ്. ഒരു കർത്താവിശ്വമിശിഹയുടെ ഒരു ജീവിതം, ഒരു രക്ഷാകര പ്രവൃത്തി, പക്ഷേ 4 സുവിശേഷങ്ങളിലേക്കാണ്, 4 സുവിശേഷങ്ങളിലായിട്ടാണ് അത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. 4 സുവിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ 4 സമീപനങ്ങൾ, 4 ഊന്നലുകൾ, 4 കാഴ്ചപ്പാടുകൾ. പക്ഷേ ഒരു കർത്താവ്, ഒരു രക്ഷാകര പ്രവൃത്തി അല്ലെങ്കിൽ ഒരു രക്ഷാകര ചരിത്രം 4 തരത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുതന്നെ ഈ വൈവിധ്യത്തെക്കുറിച്ചുള്ള സൂചനയാണ്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം ഉള്ളതുകൊണ്ട് മർക്കോസിൻ്റെ വേണ്ട എന്നല്ല, യോഹന്നാൻ്റേത് ഉള്ളതുകൊണ്ട് വിശുദ്ധ ലൂക്കായുടേത് അപ്രസക്തമാണെന്നല്ല. ഇത് 4 ചേരുന്നതാണ് ക്രൈസ്തവ പാരമ്പര്യം എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. അമേരിക്കയിലെ പ്രസിദ്ധനായ ജെസ്യൂട്ട് ദൈവശാസ്ത്രജ്ഞനാണ് ആവറി ഡള്ളസ്. അദ്ദേഹം 1969 സെൻറ്റ് ലൂയി യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞ ഒരു കാര്യം ഓർക്കുകയാണ്. അദ്ദേഹം അല്പം സരസമായി ഫലിത രസപ്രധാനമായി പറഞ്ഞ കാര്യമാണ്. 1-ാം നൂറ്റാണ്ടിൽ തന്നെ സഭയിലെ വിശ്വാസ തിരുസംഘം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരു സുവിശേഷമേ കിട്ടാൻ സാധ്യതയുള്ളൂ, ആദ്യം എഴുതപ്പെട്ട വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം. വിശ്വാസ തിരുസംഘം ബാക്കി 3 പേരെയും വെട്ടി ദൂരെ കളഞ്ഞേനെ എന്നാണ് അദ്ദേഹം അല്പം സരസമായിട്ട് പറഞ്ഞത്. അതായത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ 4 മിടുക്കന്മാരായ പാഷണ്ടികളെ കിട്ടിയേനെ, യോഹന്നാൻ, ലൂക്ക, മത്തായി എന്ന പേരിൽ. അത് സംഭവിച്ചില്ല, നമുക്കറിയാം. അപ്പം അതായത് സഭയിൽ തുടക്കത്തിൽ തന്നെ ഈ വൈവിധ്യങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളുണ്ട്. വൈവിധ്യങ്ങളെ നിഷേധിക്കുമ്പോഴാണ് ഒരാൾ തീവ്രവാദിയായിട്ട് മാറുന്നത്. വൈവിധ്യങ്ങളെ തകർക്കുമ്പോഴാണ് ഒരാൾ കഠിന പദങ്ങൾ ഉപയോഗിക്കേണ്ട രീതിയിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞത് മാത്രം മതി, എൻ്റെ അഭിപ്രായം മാത്രം മതി, നീ മിണ്ടരുത് എന്ന് പറയാൻ തുടങ്ങുമ്പോഴാണ് ഒരാൾ മോശപ്പെട്ട പദങ്ങളിലേക്ക് പോകാൻ ഇടയാവുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കാം. 2015 ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യം, എല്ലാ മതങ്ങളിലെയും ഒരു രോഗമാണ് തീവ്രവാദം എന്നുള്ള കാര്യം. ഈ തീവ്രവാദം നമ്മളിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്താഗതികളിലും ഭാഷയിലും പോലും കടന്നു വരാം എന്നുള്ളതും നമ്മൾ ഓർക്കണം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 38-ാമത്തെ വാക്യം, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ കണ്ടു, അവൻ നമ്മുടെ കൂടെ കൂടിയില്ല, അവനെ എന്തു ചെയ്യണമെന്ന് ചോദിക്കുന്ന വിശുദ്ധ യോഹന്നാനെ പറ്റിയാണ് നമ്മൾ വായിക്കുന്നത് ഈ ഭാഗത്ത്. കൂട്ടത്തിലെ ഏറ്റവും ചെറുപ്പക്കാരനും ഏറ്റവും ശാന്തനുമായി അറിയപ്പെട്ട യോഹന്നാൻ്റെ ഉള്ളിലാണ് ഈ തീവ്രവികാരം ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ കൂടെ കൂടാത്ത ഒരാൾ നിന്റെ പേരിൽ അവിടെ പിശാചുക്കളെ പുറത്താക്കുന്നു. ഇത്തരം അസ്വസ്ഥത വളരെ നല്ല വിശ്വാസികളുടെ ഉള്ളിലും വളരെ ശാന്തമായി ജീവിക്കുന്ന വിശ്വാസികളുടെ ഉള്ളിൽ പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഈ അഭിപ്രായ വ്യത്യാസങ്ങളെയും ഭിന്ന ചിന്താഗതികളെയും ഉൾക്കൊള്ളാനുള്ള നമ്മുടെ തയ്യാറെടുപ്പിൻ്റെ കുറവ് ഇത്തരത്തിൽ മാറാം എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. പലതരത്തിലും പല രൂപത്തിലും നമ്മൾ വെല്ലുവിളിക്കപ്പെട്ടേക്കാം, പല ശൈലിയിലും വെല്ലുവിളിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ അസ്തിത്വം തന്നെ നിഷേധിക്കപ്പെടുന്ന വെല്ലുവിളിയാണ്. ഒരച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇയാൾ അച്ഛനും ഒന്നുമല്ല, ഇയാൾ കള്ളപ്പാതിരിയാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ അസ്തിത്വം വെല്ലുവിളിക്കപ്പെടുന്ന സാഹചര്യമാണ്. ഇത് വ്യക്തികൾ നേരിടാം, സഭ നേരിടാം, സഭാ സമൂഹങ്ങൾ നേരിടാം. ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതൊരു സാക്ഷ്യത്തിൻ്റെ സ്വഭാവം എടുക്കേണ്ട കാര്യമാണ്. പ്രതികരണം ഒരു സാക്ഷ്യമായിട്ട് മാറണം, ക്രിസ്തീയ സാക്ഷ്യമായിട്ട് മാറണം. കുരിശിൽ കിടക്കുന്ന കർത്താവ് ഇത്തരത്തിൽ അസ്തിത്വപരമായ വലിയ വെല്ലുവിളി നേരിട്ട ആളാണ്. ഈശോയോട് അവർ പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. കുരിശിലെ 3 ആണിയും പറിച്ചുകൊണ്ട് കർത്താവ് ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ചുറ്റുവട്ടത്തുള്ള ഏതാനും പേര് അവനിൽ വിശ്വസിച്ചേനെ. പക്ഷേ കർത്താവിൻ്റെ രക്ഷാകര പദ്ധതി അത് പരാജയപ്പെടും എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് കർത്താവ് മരുഭൂമിയിൽ നേരിട്ട വലിയ പരീക്ഷയേക്കാൾ അതിശക്തമായ പരീക്ഷയാണ് കുരിശിൽ നേരിട്ടത്. നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക എന്നുള്ള കാര്യം. ഈശോയുടെ പ്രതികരണം എത്രയോ പവിത്രമായിരുന്നു, പക്ഷെ അത് നിശബ്ദവുമായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് പ്രതികരണങ്ങൾ അത് സാക്ഷ്യമായിട്ട് മാറുമ്പോഴാണ് വില കൂടിയ പ്രതികരണമായിട്ട് മാറുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. പ്രതികരണങ്ങളെ ഭാഷയെപ്പറ്റി പറയുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കാൻ സാധ്യതയുണ്ട്, ഈശോ എത്രയോ കഠിന പദങ്ങളാണ് പ്രതികരണങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത്.
ഫരിസേരെ അവിടുന്ന് അണലി സന്ധിതികളെ എന്ന് വിളിച്ചില്ലേ? മത്തായിയുടെ സുവിശേഷം 12:34. ചിലരെ മൂടിയിട്ട കല്ലറകൾ എന്ന് വിളിച്ചില്ലേ? കപടനാട്ടിക്കാരെ എന്ന് വിളിച്ചില്ലേ? എങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ വിളിച്ചുകൂടാ? ഹെറോദോസിനെ കുറിച്ച് കർത്താവ് പറഞ്ഞില്ലേ, ആ കുറുക്കനോട് പോയി പറയുക എന്ന്. ഹെറോദോസിനെ കർത്താവിന് കുറുക്കൻ എന്ന് വിളിക്കാമെങ്കിൽ ചിലരെയെങ്കിലും എനിക്ക് കഴുത എന്ന് വിളിച്ചുകൂടെ? ചോദ്യം ന്യായമാണ്. ഇതിനോട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈശോ പരിക്കൻ പദങ്ങൾ പ്രയോഗിച്ചു എന്നുള്ളത് സത്യമാണ്, പ്രത്യേകിച്ചും കപടനാട്ടിക്കാർക്കെതിരെ. പക്ഷെ ഒരിക്കൽ പോലും അവൻ മാന്യതയില്ലാത്ത പദങ്ങൾ ഉപയോഗിച്ചില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. കഠിന പദങ്ങൾ അവൻ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ഒരിക്കൽ പോലും മാന്യതയില്ലാത്ത, സഭ്യമല്ലാത്ത ഒരു വാക്കും ഈശോ ഉപയോഗിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈശോയുടെ ഓരോ പ്രയോഗവും അതിൻ്റെ പശ്ചാത്തലത്തിൽ കൃത്യമായി മനസ്സിലാക്കപ്പെടേണ്ടതാണ്. സാമാന്യഗതിയിൽ ഒറ്റയടിക്ക് പൊതുവായിട്ട് പറയാവുന്ന കാര്യമില്ല. ഒരു ഉദാഹരണം മാത്രം എടുക്കാം. ലൂക്കായുടെ സുവിശേഷം 13:32 ഈശോ ഹെറോദോസിനെ കുറുക്കൻ എന്ന് വിശേഷിപ്പിച്ചു. എന്താ അതിൻ്റെ അർത്ഥം? കുറുക്കൻ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്താണ് വാസ്തവത്തിൽ ഉപയോഗിച്ചത്? സാധാരണഗതിയിൽ മലയാളത്തിലും അല്ലെങ്കിൽ ഇംഗ്ലീഷിലും ഗ്രീക്കിലും ഒക്കെ വരുന്ന അർത്ഥം കുറുക്കൻ എന്ന് പറഞ്ഞാൽ കൗശലക്കാരൻ എന്നുള്ള അർത്ഥം കൂടെയുണ്ട്. ഒരാൾ കുറുക്കനാണെന്ന് പറഞ്ഞാൽ കൗശലക്കാരൻ എന്നുള്ള അർത്ഥമുണ്ട്. എന്നാൽ ഹെബ്രായ പാരമ്പര്യത്തിൽ വേറൊരർത്ഥം കൂടെയുണ്ട്. ഈ അർത്ഥമുണ്ട്, പുറമെ മറ്റൊരർത്ഥം കൂടെയുണ്ട്. അതായത് ഒരു താരതമ്യത്തിൻ്റെ ഭാഗമാണ്. അതായത് താരതമ്യം ഇങ്ങനെയാണ്: സിംഹം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കുറുക്കൻ. മഹത്വമുള്ള പ്രധാനപ്പെട്ട ആളെന്ന അർത്ഥത്തിൽ സിംഹമെന്നും, അങ്ങനെയൊന്നും അല്ലാത്ത നിസാരക്കാരൻ എന്നുള്ള അർത്ഥത്തിൽ കുറുക്കൻ എന്നുള്ള പ്രയോഗമുണ്ട്. സിംഹവും കുറുക്കനും തമ്മിലാണ് താരതമ്യം. മലയാളത്തിൽ പലപ്പോഴും ആന, ആടെന്നൊക്കെ പറയുന്നത് പോലെ സിംഹവും കുറുക്കനും തമ്മിലുള്ള താരതമ്യം ഹെബ്രായ പാരമ്പര്യത്തിലുള്ളതാണ്. അതായത് ഒരാളെ കുറുക്കൻ എന്ന് വിളിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഹെറോദോസിനെ ഇവിടെ അങ്ങനെ വിളിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വെറും നിസാരക്കാരനായ ഹെറോദോസിന് എന്നെ കൊല്ലാൻ കഴിയില്ല, എൻ്റെ മേൽ അവൻ അധികാരമില്ല, ആധിപത്യമില്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് കുറുക്കൻ എന്ന പദം ഉപയോഗിച്ച് ഹെറോദോസിനെ വിശേഷിപ്പിക്കുന്നത്. അതിൽ പരം ഏതെങ്കിലും തരത്തിൽ മോശപ്പെട്ട അർത്ഥങ്ങൾ കർത്താവ് അതിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കരുതുന്നത് ശരിയാകും എന്ന് വിചാരിക്കുകയില്ല. അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പ്രതികരണങ്ങൾ ശക്തമാവണം, സത്യത്തിൽ, സ്നേഹത്തിൽ സത്യം പറയുന്നതാവണം. പക്ഷെ അതിന് കൃപ നിറഞ്ഞ ഒരു സംവാദ ഭാഷ ഉണ്ടാവണം. ദൈവകൃപ നിറഞ്ഞ ഒരു സംവാദ ഭാഷ ഉണ്ടാവണം. ഈശോയെപ്പറ്റി പറയുന്നത് കൃപയും സത്യവും നിറഞ്ഞവനെന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം വാക്യമാണ്. കൃപയും സത്യവും നിറഞ്ഞ്, രണ്ടും വേണം. സത്യം പറഞ്ഞാൽ മാത്രം പോരാ, അത് കൃപാഭരിതമായിരിക്കണം, ദൈവകൃപ നിറഞ്ഞതായിരിക്കണം എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് അധർമ്മങ്ങൾക്കെതിരെ നമ്മൾ സംസാരിക്കണം, നീതിക്ക് വേണ്ടി നിലകൊള്ളണം, സത്യത്തിന് വേണ്ടി പറയണം. പക്ഷെ അതിനകത്ത് ആ പറച്ചിലിൽ ഒരു കൃപയുണ്ടാവണം, പറയുന്നത് കൃപ നിറഞ്ഞ രീതിയിലാവണം. എന്താ അതിൻ്റെ അർത്ഥം? അർത്ഥം വ്യക്തമാക്കാൻ വിശുദ്ധ പൗലോസിലേക്ക് നമ്മൾക്ക് പോകാം. കൊരിന്തോസുകാർക്കുള്ള 2-ാമത്തെ ലേഖനം 10-ാം 5-4-5 വാക്യങ്ങളിൽ അവിടെ പൗലോസ്ലീഹ വളരെ ശക്തമായ ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. ഒരു യുദ്ധപദങ്ങൾ പോലും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയാം. പക്ഷെ 1-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ശാന്തതയുടെയും സൗമ്യതയുടെയും പേരിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. വളരെ ശക്തമായിട്ട് പറയുന്ന പൗലോസ് ഉടനെ പറയുന്നത് ക്രിസ്തുവിൻ്റെ ശാന്തതയുടെയും സൗമ്യതയുടെയും പേരിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്നാണ്. ഇതേ പൗലോസ്ലീഹ എത്രയോ പ്രാവശ്യമാണ് യഹൂദരെ നേരിട്ടത്. നടപടി പുസ്തകം 17-ാം അധ്യായം 2-ാമത്തെ വാക്യം, തെസലോണിക്കയിൽ വെച്ച് വിശുദ്ധ പൗലോസ് ചെയ്യുന്ന കാര്യം, അവൻ സിനഗോഗിൽ പോയി 3 സാബത്തുകളിൽ വിശുദ്ധ ഗ്രന്ഥം ആധാരമാക്കി അവരോട് സംസാരിച്ചു എന്നാണ്. അതായത് യഹൂദരുടെ വിശുദ്ധ സ്ഥലമായ പ്രാർത്ഥനാ കേന്ദ്രമായ സിനഗോഗിലേക്ക് ചെന്നു. അത് 3 സാബത്തുകളിലാണ് പോയത്. എന്നിട്ട് വിശുദ്ധ ഗ്രന്ഥം ആധാരമാക്കി അവരോട് സംസാരിച്ചു. ഇതിൽ പരം എന്താ ചെയ്യേണ്ടത്? അവരുടെ സ്ഥലത്ത് ചെന്ന് വിശുദ്ധ ഗ്രന്ഥം ആധാരമാക്കി വിശുദ്ധ ദിവസം 3 പ്രാവശ്യം അവരോട് സംസാരിച്ചു, അവരോട് സംവാദത്തിൽ ഏർപ്പെട്ടു എന്നാണ്. അതായത് അത്രയും കാതലായ രീതിയിൽ വിശുദ്ധ പൗലോസിന് അവരോട് ഇടപെടാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിലെല്ലാം കൃപയും സത്യവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാര്യം. ആദിമസഭയിൽ അതിശക്തമായ രീതിയിൽ വിശ്വാസ സമർത്ഥനം നടത്തിയയാളാണ് വിശുദ്ധ അഗസ്തീനോസ്. അദ്ദേഹം പെലാജിനിസത്തിനെതിരെ, മാണിക്കേയസിനത്തിനെതിരെ, ഡൊനാറ്റിസത്തിനെതിരെയൊക്കെ അദ്ദേഹം അതിശക്തമായിട്ട് വാദിച്ചു. അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പറഞ്ഞത് അദ്ദേഹം കൃപ നിറഞ്ഞ ഒരു പ്രസംഗകനായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ പുണ്യപ്പെട്ട പ്രസംഗകനായിരുന്നു എന്നാണ്. എതിരാളികൾ പോലും പറഞ്ഞത് പുണ്യപ്പെട്ട പ്രസംഗകൻ എന്നാണ്. അത് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. എത്ര മഹത്തായ കാര്യങ്ങളെ പറ്റിയാണെങ്കിലും
മോശപ്പെട്ട പദങ്ങൾ ഉപയോഗിച്ച് സംസാരിക്കുന്നവർ സഭാപ്രസംഗകൻ 10:12 പറയുന്ന ആൾക്കാരെ പോലെയാണ്. അതായത് ഭോഷന്റെ അധരം അവനെ തന്നെ വിഴുങ്ങുന്നു എന്നാണ്. നമ്മളെ തന്നെ വിഴുങ്ങുന്ന രീതിയിലേക്ക് സംസാരിക്കുക എന്നുള്ളത് ഒരു അപജയമാണ്, അബദ്ധമാണ്, എതിർ സാക്ഷ്യമാണ്.